കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റോഡ് പണി നടക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ അവകാശികൾ ആരാണെന്ന് ഇപ്പോഴും തർക്കത്തിൽ നിൽക്കുന്നു. ഈ റോഡ് നിർമ്മാണം നല്ല രീതിയിൽ പണിത് കാണുമ്പോൾ അത് തങ്ങളുടേത് എന്നും വിള്ളൽ വന്നാൽ അത് കേന്ദ്രത്തിൻ്റേത് എന്നും പറയുന്ന കേരളത്തിൻ്റെ സർക്കാർ ഈ ഹൈവേ നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയത അതിഭീകരമെന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യും, ജനുവരിയിൽ ഉദ്ഘാടനം നടക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് മാസങ്ങളായെങ്കിലും പകുതിയിലേറെ പണി ഇനിയും ബാക്കിയുണ്ട്. ഇനി 6 മാസത്തിലെങ്കിലും ഉദ്ഘാടനം ചെയ്താൽ മാത്രം അമ്മായിയപ്പൻ പിണറായിക്കും പൊതുമരാമത്ത് മന്ത്രിയായ മരുമകൻ റിയാസ് മന്ത്രിക്കും ഒരുപോലെ ഷൈൻ ചെയ്യാമായിരുന്നു. എന്നാൽ കേന്ദ്രത്തിന് വലിയ തിരക്കില്ല, അവർക്കിനി കുറേ സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് വെറും നോക്കുകൂലി വാങ്ങുന്ന ഈ കേരള സർക്കാരിൻ്റെ പൂതി അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പറഞ്ഞു വരുന്നത് വലിയ ദുഃഖമാണ് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളം അനുഭവിക്കുന്നത്. കേരളത്തിലെ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ലാഭം പറ്റാനും അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനും നടക്കുന്ന സംസ്ഥാന സർക്കാർ അതിൽ ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല, അതിന് പരിഹാരം കാണുന്നുമില്ല. ആലപ്പുഴ ജില്ലയിൽ, അതും അരൂരിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ വെച്ച് മാത്രം ജനങ്ങൾ ഇങ്ങനെ മരിച്ചു വീഴുന്നതിന് കയ്യും കണക്കുമില്ല. കഴിഞ്ഞ ദിവസം ഒരു കൂറ്റൻ യന്ത്രം ഒരു പിക്കപ്പ് വാനിൻ്റെ മുകളിൽ വീണതോടെ ഡ്രൈവർ മരണമടഞ്ഞത് കണ്ടാൽ ഹൃദയം പൊട്ടിപ്പോകും. മണിക്കൂറുകൾ പരിശ്രമിച്ചിട്ടാണ് അദ്ദേഹത്തെ പുറത്തെടുത്തത്. അങ്ങനെ പാവപ്പെട്ട 40ഓളം മനുഷ്യജീവനുകളാണ് ആലപ്പുഴ ജില്ലയിൽ തന്നെ മരിച്ചു വീണത്. ഈ ഹൈവേ നിർമ്മാണത്തിനിടയിൽ പൊലിഞ്ഞു പോയിരിക്കുന്നവർക്ക് എന്ത് നൽകി എന്നതിനപ്പുറം എന്തു പരിഹാരം കണ്ടു എന്നുള്ളതാണ് ചോദ്യം ഉയരുന്നത്. എന്നിട്ടും നിർമ്മാണം എങ്ങും എത്തിയതുമില്ല. സംസ്ഥാന സർക്കാരിന് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നടക്കുന്നതല്ലാതെ ഒരു ഉത്തരവാദിത്വവുമില്ല. അതോടെയാണ് ആലപ്പുഴയുടെ MP ആയ KC വേണുഗോപാൽ തെരുവിലിറങ്ങിയത്. ആളുകളെ ഇങ്ങനെ കൊന്നിട്ടും ഒരു കൂസലുമില്ലാതെ വിലസി നടക്കുന്ന ഈ റോഡ് നടത്തിപ്പുകാരെ നേരിൽ കണ്ടു. ആളുകളെ കൊന്നിട്ട് വേണ്ട ഈ റോഡിൻ്റെ പണി എന്നുള്ള വ്യക്തമായ താക്കീതാണ് KC വേണുഗോപാൽ MP നൽകിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു നോക്കാം. എത്ര കാലമായി വർക്ക് തുടങ്ങിയിട്ട്? എത്ര കാലമായി ഈ വർക്ക് തുടങ്ങിയിട്ട്? അരൂർ തുറവൂർ വർക്ക് തുടങ്ങി എത്ര കാലമായി? 2.5 വർഷം. നിങ്ങൾക്കൊരു സർവീസ് റോഡ് പക്ക റോഡാക്കാൻ 2.5 വർഷം കൊണ്ട് കഴിയുന്നില്ല അല്ലേ? നിങ്ങൾ എന്ത് ഏജൻസിയാണ്? ഞാൻ ചോദിക്കുന്നത്? ഇത്രയും വലിയ വർക്ക് നടത്തുന്ന നിങ്ങൾക്ക് 2.5 വർഷം കൊണ്ട് ഈ പക്ക, ഇത് നാഷണൽ ഹൈവേ ആണ്, ലൈഫ് ലൈനാണ്, ഈ 10 കിലോമീറ്റർ സർവീസ് റോഡ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് തീരുന്നത് നിങ്ങളുടെ വർക്ക്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുണ്ട്. സാധാരണ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പാർലമെന്ററി കമ്മിറ്റികളിൽ നമുക്കറിയാം, നിങ്ങളുടെ ഓഫീസേഴ്സ് NHA ചെയർമാൻ അടക്കം പറഞ്ഞിരിക്കുന്നത് സർവീസ് റോഡ് പക്കയാക്കിയിട്ട് മാത്രമേ NH വർക്ക് നടത്താൻ പാടുള്ളൂ. പക്ഷെ ആൾക്ക് യാത്ര ചെയ്യണമല്ലോ. ഗതാഗതം കംപ്ലീറ്റ് നിരോധിച്ചിട്ടുണ്ടോ ഇവിടെ? ഇല്ലല്ലോ, ഗതാഗതം ഉണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ഇവിടെ ഉണ്ടായ പ്രത്യേകത, ഈ റോഡിൽ മാത്രം 40-41 പേര് മരിച്ചു. ആലപ്പുഴ കലക്ടറിൽ ഞാൻ മാത്രം പങ്കെടുത്ത 7 മീറ്റിംഗ് നടന്നു. 7 മീറ്റിംഗ്. അവിടെയൊക്കെ ഇതായിരുന്നു ഡിസ്കസ് ചെയ്ത് നമ്മൾ. ഡൽഹിയിൽ വിളിച്ചുകൂട്ടി PSC കമ്മിറ്റി ഇവിടെ വന്നു, അവിടെയും പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ ലാഘവ ബുദ്ധിമുട്ടി. ഇപ്പൊ ഏറ്റവും വലിയൊരു ദുരന്തം വന്നു. ഭാഗ്യത്തിന് ഒരു വലിയ ഒരാൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഞാൻ ഭാഗ്യതല പറഞ്ഞ പാവപ്പെട്ടവർ മാത്രമേ മരിച്ചുള്ളൂ. അതിനകത്തൊരു 10 പേരുണ്ടായിരുന്നെങ്കിലോ ആരോട് നിങ്ങൾ സമാധാനം പറയും? നിങ്ങൾക്ക് ധൃതിയാണ്. ഇത്രാം തീയതിക്കുള്ളിൽ ഇത് പൂർത്തീകരിക്കുക. ഇത് പൂർത്തീകരിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇത് പൂർത്തീകരിക്കുന്നത് സർവീസ് റോഡ് വേണം, ആളുടെ സുരക്ഷിതത്വം വേണം. ആളെ കൊന്നിട്ടല്ല റോഡ് ഉണ്ടാക്കുന്നത്. ഈ വർത്തമാന കാലത്ത് ഇത്രയും സാങ്കേതിക സൗകര്യങ്ങൾ ആരാ ഡൈവേർട്ട് ചെയ്യേണ്ടത്? അല്ല, ഈ ട്രാഫിക് നിങ്ങൾ എങ്ങനെ അനുവദിച്ചു? ആ സമയത്ത് യു ഷുഡ് ബി റെസ്പോൺസിബിൾ. ഹു അലൗ ദ ട്രാഫിക്?